മാന്ത്രികന്മാരെ പോലെ വടി കൊണ്ട് തൊട്ട് കേരളത്തിൽ ആരോഗ്യ പ്രശ്നം ശരിയാക്കാൻ പറ്റില്ല. ആദ്യം ചെയ്യേണ്ടത് കേരളത്തിൽ ആരോഗ്യ രംഗത്ത് പ്രശ്നമുണ്ടെന്ന് സമ്മതിക്കണം. മന്ത്രി അറിയാടയ്ക്ക് പറഞ്ഞു സിസ്റ്റം പ്രശ്നം. സിസ്റ്റം നിയന്ത്രിക്കുന്നവരാണ്, ആരോഗ്യമന്ത്രിയാണ്, അവരവകാശപ്പെടുന്ന അവരതിൻ്റെ തലപ്പത്താണെന്നാണ്. അപ്പോൾ അവർ അബദ്ധത്തിൽ പറഞ്ഞു പോയ വാക്ക് ജനങ്ങളോട് പറയണം. അത് നാണക്കേടൊന്നുമില്ല. നമ്മുടെ ആരോഗ്യരംഗത്ത് പ്രശ്നമാണെന്ന് തുറന്നു പറയാൻ കഴിയണം. പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെടണം. അതിന് സർവകക്ഷി യോഗം വിളിക്കണം. ഒരു ഗവൺമെൻറ് വരുമ്പോൾ അവരുടെ പിന്തുണ 10-40%. ബാക്കി 60% പേര് ഇവർക്ക് വോട്ട് ചെയ്യാത്തവരാണ്. ഇനി തൊട്ട് ഞങ്ങളാണ് ആരോഗ്യവകുപ്പ്, ഞങ്ങളാണ് മന്ത്രി, ഞങ്ങളാണ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങളെക്കാൾ പല കാര്യങ്ങളും അറിവുള്ളവർ അപ്പുറത്തുണ്ടാവും, MLA മാരുണ്ടാവും. ആരോഗ്യമന്ത്രിയേക്കാൾ ആരോഗ്യരംഗം അറിയുന്ന MLA അപ്പുറത്തുണ്ടാവും. പ്രതിപക്ഷമായിപ്പോയിട്ട് ആളുകൾ ഉണ്ടായിരിക്കണം, അവരോട് സംസാരിക്കണം, പ്രതിപക്ഷത്തോട് സംസാരിക്കണം, സർവകക്ഷിയോഗം വിളിച്ചു കൂട്ടണം. ഈ നാട്ടിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നത് ആശുപത്രികൾ മാത്രമല്ല, അല്ലെങ്കിൽ ഡോക്ടർമാർ മാത്രമല്ല, നഴ്സുമാർ മാത്രമല്ല, ഒരുപാട് സന്നദ്ധ സംഘടനകൾ ആരോഗ്യരംഗത്തുണ്ട്. ഇവരെല്ലാം വിളിച്ചു കൂട്ടണം. വിളിച്ചു കൂട്ടി എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കണം. എൻജിൻ പണിയുള്ള കാറിന് പെയിൻ്റ് അടിച്ചിട്ട് കാര്യമില്ല. പ്രശ്നം മനസ്സിലാക്കണം. എൻജിൻ താരാണ്, എൻജിൻ ശരിയാക്കണം. അതിന് സമ്പത്ത് വേണം. സമ്പത്ത് മുഖ്യമന്ത്രിയോട് ചോദിക്കണം. ആരോഗ്യരംഗത്ത് ബജറ്റിൽ ആരോഗ്യരംഗം നീക്കി വയ്ക്കുന്ന 5% 10 പറയണം. അതിനുള്ള ചങ്കൂറ്റം വേണം. അവിടെയാണ് ജനങ്ങളുടെ പുറത്തല്ലേ കുതിര കയറേണ്ടത്. ഇത് ചൂണ്ടിക്കാണിക്കുന്ന ഡോക്ടർമാരെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യരംഗം ശരിയാവും. മുഖ്യമന്ത്രിയോട് പറയണം എനിക്ക് 10% ബജറ്റിൽ ആരോഗ്യത്തിന് മാറ്റി വയ്ക്കണം. ആ പറയാനുള്ള തൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കുണ്ടാകണം. സംസ്ഥാന GDP 1% സ്പെൻഡ് ചെയ്യുന്നത്. അത് കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകണം. സ്വകാര്യ മേഖല ഉപയോഗിക്കണം. സ്വകാര്യ മേഖല നിയന്ത്രിക്കപ്പെടുകയും വേണം. അത് പ്രത്യേകിച്ച് നമുക്ക് പോലും അറിയാത്ത പുറത്തുനിന്നൊക്കെ വരുന്ന കമ്പനികൾ നിയന്ത്രിക്കുന്ന സ്വകാര്യ മേഖലയായി മാറിക്കഴിഞ്ഞു ആരോഗ്യരംഗത്ത്. അതിന് കടിഞ്ഞാണിടണം. എന്നാൽ ഉപയോഗിക്കുകയും വേണം. സ്വകാര്യ ബസ് ഉപയോഗിക്കുന്നത് പോലെ KSRTCക്ക് യാത്രാ സൗകര്യം മുഴുവൻ ചെയ്തു കൊടുക്കാൻ പറ്റാത്തതിന് സ്വകാര്യ ബസ്സിന് അനുവദിക്കുന്നുണ്ട്, ഓട്ടോറിക്ഷ അനുവദിക്കുന്നുണ്ട്. അതുപോലെ സ്വകാര്യ മേഖല ഉപയോഗിക്കാനാണ് കഴിയേണ്ടത്. സ്വകാര്യ മേഖലയ്ക്ക് കീഴടങ്ങരുത്. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള അംഗീകരിക്കണം. മുഴുവൻ പേരെ ഒരുമിച്ച് കൊണ്ടുവരണം. എൻ്റെയും കൂടി ആരോഗ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി. ഞാൻ രാഷ്ട്രീയമായ എതിർവശത്താണ്. പക്ഷെ അതുകൊണ്ട് എൻ്റെ ആരോഗ്യമന്ത്രി അല്ലാതാകുന്നില്ല. മന്ത്രിസഭ വന്ന ദിവസം മുതൽ കേരളത്തിൽ മുഴുവൻ പേരുടെയും ആരോഗ്യമന്ത്രിയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. അപ്പോൾ അവർ 60% പേരെ മാറ്റി നിർത്തിയിട്ട് എങ്ങനെയാണ് ഭരിക്കാൻ പറ്റുക? മുഴുവൻ ജനങ്ങളുടെ അഭിപ്രായം അറിയണം. കേരളത്തിൽ CPM-കാർ വിചാരിച്ച എല്ലാ കാര്യം നടക്കും. CPM-കാർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ. മുൻ മുഖ്യമന്ത്രി അച്യുതമേനോൻ്റെ മകൻ രാമൻകുട്ടി, ഡോക്ടർ രാമൻകുട്ടി എൻ്റെ അധ്യാപകനാണ്. അദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ല. കേരളം കണ്ട ഏറ്റവും വലിയ എപ്പിഡമിയോളജിസ്റ്റ് ഒരാളാണ്. ആരോഗ്യരംഗത്തെ ഏറ്റവും പ്രശസ്തരായ സാമ്പത്തിക ശാസ്ത്രജ്ഞരൊരാളാണ്. അദ്ദേഹത്തെങ്കിലും ഉപയോഗിക്കണ്ടേ? അത് നടക്കാത്തതുകൊണ്ടാണ് ഈ പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ മാർഗങ്ങളുണ്ട് കേരളത്തെ നന്നാക്കാൻ, മെച്ചപ്പെടുത്താനായിട്ട്. കേരളത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഇതിലും മെച്ചപ്പെടുത്താനായിട്ട്. കേരളം എല്ലാം ശരിയാക്കാൻ തെറ്റിദ്ധരിക്കരുത്. ഒരു കുട്ടിക്ക് 90% മാർക്ക് കിട്ടിയപ്പോൾ അതിന് ശരിയായി ഇനി പഠിക്കേണ്ടെന്ന് പറയുന്ന പോലെ 90 നിലനിർത്താനാണ് പാട് കിട്ടുന്നതിനേക്കാൾ. ഈ 90നെ 91 അതിലും പാടാണ്. ശിശുമരണ നിരക്കും മാതൃമരണ നിരക്ക് എണ്ണം കുറവ് ബീഹാറിനേക്കാൾ മെച്ചം, മധ്യപ്രദേശങ്ങൾ മെച്ചം എന്ന് പറയുമ്പോൾ ഇപ്പോഴും അറിയണം. ഗർഭ അവസ്ഥയിൽ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസവ സമയത്ത് മരിക്കുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. ശിശുമരണങ്ങൾ നടക്കുന്നുണ്ട്. അത് ബീഹാറിനേക്കാൾ മെച്ചമെന്ന് പറഞ്ഞാൽ മരണ വീട്ടിൽ പറയാൻ പറ്റുമോ? കുഞ്ഞ് മരിച്ചു പോയപ്പോൾ തന്നെ ബീഹാറിനേക്കാൾ നമ്മൾ മെച്ച മരണം സഹിക്കാൻ പറയാൻ പറ്റുമോ? ഒരു ഗർഭിണി മരിക്കുമ്പോൾ ബീഹാറിനേക്കാൾ നമ്മൾ കുറച്ചേ മരിക്കുന്നു. മരിച്ച വീട്ടിൽ മരണം 100%. അപ്പോൾ ഏറ്റവും മുന്നിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിനും UPക്കും ബീഹാറിനും രാജസ്ഥാനിനും മുന്നിലായ പോരാ. കേരളത്തിൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. കേരളത്തിൽ ഒരു കുടുംബത്തിൽ ഒരു കുട്ടി, 2 കുട്ടി ഒരു കുട്ടിയേക്കാണ് ഇപ്പോൾ ഒരുപാട് കുടുംബങ്ങളിൽ. അവൻ്റെ ജീവിതം വിലപ്പെട്ടതാണ്. ഉത്തർപ്രദേശിൽ ഇപ്പോൾ 8-9 കുട്ടികളുണ്ട് പല പ്രദേശങ്ങളിൽ. അപ്പോൾ ഉത്തർപ്രദേശിനേക്കാൾ മെച്ചമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തോടാണ് മത്സരിക്കേണ്ടത്. കേരളം നേടിയ നേട്ടങ്ങൾ നിലനിർത്താനാണ് പാട്, അതിൻ്റെ മേളിലേക്ക് പോകാനാണ് പാട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ശാസ്ത്രീയ സമീപനങ്ങളാണ് വേണ്ടത്. ഡോക്ടർമാരെ വായ മൂടിക്കെട്ടി ഡോക്ടർമാരെ ട്രാൻസ്ഫർ ചെയ്തോ ഭീഷണിപ്പെടുത്തിയോ വാതുറക്കരുതെന്ന് പറഞ്ഞ നിയമങ്ങളൊന്നും കൊണ്ട് കേരളത്തിൽ ആരെങ്കിലും നന്നാവില്ല. തൽക്കാലം മന്ത്രിക്കും കഷ്ടിച്ച് രക്ഷപ്പെടാമെന്ന് അത് ഞങ്ങൾ പുറത്തു പറയും. അങ്ങനെ രക്ഷപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. പിന്നെ ഡോക്ടർമാരുടെ വായ മൂടിക്കെട്ടാൻ ശ്രമമുണ്ട്. ഞാൻ ഇപ്പോഴും പറയുകയാണ്,
കേരളത്തിലെ മെഡിക്കൽ രംഗത്ത്, എല്ലാ രംഗത്തും, പാരാമെഡിക്കൽ രംഗത്ത് നിൽക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളോടും പറഞ്ഞു, നിങ്ങൾ ശബ്ദിക്കണം, നിങ്ങൾ സംസാരിക്കണം. പത്രപ്രസ്ഥാനം ഇറക്കുന്നതിനെ ഫേസ്ബുക്കിൽ പൂട്ടിക്കാൻ പറ്റും. നിങ്ങൾ രോഗിയോട് സംസാരിക്കണം, ജനങ്ങളോട് സംസാരിക്കണം. കാരണം നിങ്ങൾ എടുത്തിരിക്കുന്ന പ്രതിജ്ഞ നിങ്ങൾ സാധാരണക്കാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുമെന്നാണ്. ഇന്ന് മെഡിക്കൽ വിദ്യാർത്ഥിയായ ഇന്ന് ചേർന്ന ഒരാൾ പോലും അയാൾ മരിക്കുന്നവരെയും ഡോക്ടറാണ്, മരിക്കുന്നവരെയും നഴ്സാണ്, മരിക്കുന്നവരെയും പാരാമെഡിക്കൽ രംഗത്ത് നിൽക്കുക. നമ്മൾ ഈ രംഗത്ത് നിൽക്കുന്നവരാണ്. മന്ത്രിമാരുടെ ആരോഗ്യമന്ത്രി സ്ഥാനമൊക്കെ 5 വർഷത്തെ ആയുസേ ഉള്ളൂ. അപൂർവമായിട്ടാണ് ചിലർ രണ്ടാമതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ മോശക്കാരല്ല, അവർ നമ്മുടെ നേതാക്കന്മാർ തന്നെയാണ്. പക്ഷെ അവരുടെ താല്പര്യം 5 വർഷമാണ് പരമാവധി. നമ്മൾ ഈ ആരോഗ്യരംഗത്ത് നിൽക്കുന്നത്, ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയോ ഒരു ഡോക്ടറോ ഭയക്കരുത്. നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം. ജനങ്ങൾക്കെതിരെ, പൊതുജനങ്ങൾക്കെതിരെ അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ശബ്ദിക്കണം, ഉറച്ച് ശബ്ദിക്കണം. എനിക്കറിയാം ഒരുപാട് ഹാരിസുമാരും ഒരുപാട് മോഹൻദാസുമാരും അകത്തുണ്ട്. ഇവരുടെ വാപത്തി തുടങ്ങിയാൽ, അവർ നിശബ്ദരാക്കി തുടങ്ങിയാൽ 1 ലക്ഷത്തിലധികം ഡോക്ടർമാർ രജിസ്റ്റർ ചെയ്തൊരു സംസ്ഥാനമാണ്, ലക്ഷക്കണക്കിന് നഴ്സുമാർ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനമാണ്. ഒരു വലിയ മലവെള്ളപ്പാച്ചിലുണ്ടാകും. ഒരാളുടെ 2 ആളുടെ വാമൂടി കെട്ടാൻ തുടങ്ങിയാൽ ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ, പിന്നെ ജനങ്ങളുണ്ട്, ഈ നാട്ടിൽ മാധ്യമങ്ങളുണ്ട്, എല്ലാവരും ശബ്ദിക്കും. ഈ കൊത്തൊഴുക്കിൽ ഒരു മന്ത്രി ബാക്കി കാണില്ല, ഒഴുകിപ്പോകും അവരുടെ അഭിപ്രായങ്ങൾ.